സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ എന്തുമായി ഇതൊക്കെ എന്തോ ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു അതിന് രക്ഷകനോ ആറ് രക്ഷകൻ. ഈ പട്ടി പറഞ്ഞ ഏതെങ്കിലും ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ? കോണാങ്കൊണ്ട് പോലും മൈൻഡ് ചെയ്യത്തില്ല. കൂറ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്ന ഇത്ര വലിയ ഇതായിരിക്കും, അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? തന്തയ്ക്കുള്ളി കേട്ടാലും ഇളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പൊ പിന്നെ അവനെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മാച്ചിന് ശേഷം ഇന്ത്യയെ ബൗണ്ടറി അടിച്ച് ജയിപ്പിച്ചതിന് ശേഷം ആ ഒരു സെലിബ്രേഷൻ, ഹെൽമെറ്റും ബാറ്റും താപ്പോട്ട് എടുത്തിട്ട് മുട്ടുകുത്തിയിരുന്ന് ദൈവത്തെ വിളിച്ച ആ ഒരു സെലിബ്രേഷൻ, അതിനകത്ത് ഹെൽമെറ്റ് എടുത്ത് ഇടുന്നത് ഒരു പ്രശ്നമായിട്ട് ഇപ്പൊ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പല ന്യൂസിനും വരുന്നു സഞ്ജു നെക്സ്റ്റ് കളി, എന്നിട്ട് ഇന്ന് കളിക്കുന്ന കളിക്കില്ല, അവനെ ബാൻ ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പല ന്യൂസുകളും വരുന്നു. ഇവർക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ ചെറിയൊരു ആക്ടാണ്, അത് ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ ICCയുടെ കോഡ് ഓഫ് കണ്ടക്ട് ബ്രീച്ച് ചെയ്യുന്ന ഒരു ആക്ട് ആണ്. പക്ഷെ എന്നാൽ പോലും ഇവർ ഈ പറയുന്ന ഇത്രയും പർവ്വതീകരിച്ച് പറയുന്ന അത്രയൊന്നും അതിനകത്തില്ല. കൂടി വന്നാൽ ഒരു ഫൈൻ കിട്ടും, അല്ലെങ്കിൽ 1-2 ഡീമെറിറ്റ് പോയിന്റ് കിട്ടും. പിന്നെ റഫറിക്ക് തീരുമാനിക്കാം അത് എന്ത് ചെയ്യണമെന്ന്. റഫറി അങ്ങനെ ഒരു തീരുമാനം എടുക്കണം, റഫറിയുടെ തലമണ്ട അടിച്ചു പൊളിക്കും, അത് വേറെ കാര്യം. പിന്നെ ICC ഭരിക്കുന്നത് ആരാണ്? നമ്മുടെ അണ്ണനാണ്. അങ്ങനെ ICC എടുക്കുവോ തീരുമാനം? അപ്പൊ നമുക്ക് ഇതൊന്ന് വ്യക്തമായിട്ടൊരു കാര്യം ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് കേക്ക്. ICC കോഡ് ഓഫ് കണ്ടക്ട് ഫോർ പ്ലേയേഴ്സ് ആൻഡ് പ്ലെയർ സപ്പോർട്ടിംഗ് പേഴ്സണൽ ഗവൺമെന്റ്, മലയാളത്തിൽ പറയാൻ നല്ലത്, ഈ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലാണ് ഇവർ ഇത് സഞ്ജുവിനെതിരെ കേസെടുക്കല്ല ഒരു ആക്ഷൻ എടുക്കാൻ പോകാനുള്ള സാധ്യത. ഒന്ന്, ക്രിക്കറ്റ് എക്യുപ്മെന്റ്, ക്ലോത്തിങ്, അല്ലെങ്കിൽ വേരിയസ് ഫോം ഓഫ് മിസ്കണ്ടക്ട്. സഞ്ജുവിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ ഹെൽമെറ്റിനെ ത്രോ ചെയ്യുകയാണ് ചെയ്തത്. ലെവൽ 1 ഒഫൻസ് ആണ്. അതൊരു ഇൻഅപ്രോപ്രിയേറ്റ്, കെയർലെസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആക്ട് ആയിട്ടാണ് ഈ ലെവൽ 1-നകത്ത് ഇതിനെ കണക്കാക്കുന്നത്. അങ്ങനെ ചെയ്യും പ്രകാരം സഞ്ജുവിന് കിട്ടാൻ സാധ്യതയുള്ള പെനാൽറ്റീസ്, ഒന്ന്, മാച്ച് ഫീയുടെ 30%, 30% ഒക്കെ ചിലപ്പം കൊടുക്കേണ്ടി വരും. അങ്ങേയറ്റം പോയാൽ 50%, അതിൽ കൂടുതലൊന്നും മേടിക്കൂല. അല്ലെങ്കിൽ 1-2 ഡീമെറിറ്റ് പോയിന്റ് കിട്ടും. പിന്നെ വേറെന്തെങ്കിലും റഫറിക്ക് തീരുമാനിക്കാം. ഇതിനകത്ത് സസ്പെൻഷനോ അല്ലെങ്കിൽ അടുത്ത കളി കളിക്കണ്ടെന്ന് അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളെ നോക്കിയിട്ട് അവനെ ഹാം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കി എടുത്തെറിയുന്നതോ അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നുമല്ല. ആ ഒരു അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പുറത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പൊ ഒരു വളരെ ചുരുക്കം, ഒരു 1% സാധ്യതയൊക്കെ ഉള്ളൂ മാച്ചിന് സസ്പെൻഡ് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജയിലായിരിക്കാൻ പറയത്തുള്ളൂ ആ മാച്ച് റഫറി എടുത്ത്, മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യമാണ് ചില ന്യൂസിലൊക്കെ വന്നിരുന്നിട്ട് സഞ്ജു ബാന് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കളിക്കും, ഇന്ന് വൈകുന്നേരം നോക്കിക്കോ 7 മണിക്ക് ചെറുക്കനായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, അവൻ കളിക്കും, പിന്നല്ലാതെ എന്തോ പറയാനാ. പിന്നെ വേറെ 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഇത്രയും ഒരു 97 അടിച്ച് ഇന്ത്യയെ വിജയിപ്പിച്ചതിന് ശേഷവും സഞ്ജുവിനെ അധിക്ഷേപിച്ച് വന്ന 2 വെടലകൾ, ഒന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു നാറി, ഒന്ന് കേരളത്തിനകത്തുള്ള ഒരു നാറി. ആ നാറുകളെ 2 പറയണം. ഒന്നൊരു ട്വിറ്റ് ആണ് ഗൈസ്, ഇതാണ്ട് ഒരു ഇങ്ങനത്തെ ഉള്ള ഒരു ട്വീറ്റ്. എന്റെ പേരെന്ത്, കുംഭകർണൻ, എന്ത്, only dark force can be defeat dark force, well played സഞ്ജു സാംസൺ. ഡാർക്ക് ഫോഴ്സ് ക്യാൻ ബി ഡിഫീറ്റ്, സ്കിന്നിന്റെ പേര് പറഞ്ഞ് കളിയാക്കാണ്. വെസ്റ്റ് ഇൻഡീസ് സ്കിന്നും സഞ്ജു സാംസന്റെ സ്കിന്നിന്റെ പേര് പറഞ്ഞിട്ടുള്ള അധിക്ഷേപിച്ചിട്ടുള്ള, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചിട്ടുള്ള ഈ പരനാറിയുടെ കമന്റ്, ഇവൻ ഏതവനാണെങ്കിലും അവനെ വലിച്ചു കയറാനുള്ള ദേഷ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആൻഡ് അടുത്ത വേറൊരു നാറിയെ കാണിച്ചു തരാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നാറി ചെകുത്താന്റെ പറഞ്ഞു കേക്ക്. സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്തോ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം? ആരാ സഞ്ജു സാംസൺ നിനക്ക് അറിയാതില്ല, പിന്നെ എന്തിനാ ഞാൻ നിൽക്കുന്നേ? സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ? സഞ്ജു സാംസൺ റേഷൻ കടയിലാണോ പണി ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട്? റേഷൻ കടയിലാണോ പണി? അവനാണോ അരി അളന്നെടുക്കുന്നത്? അതോ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയല്ലോ? ഒരു അരിയും പിണ്ണാക്കും അറിയാതെ വന്നിരുന്നിട്ട് കൊണയടിയാണ്. നിർമ്മാർജ്ജനം ചെയ്തവനോ ഗംഗാജലം ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും, അതോ പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി ജനസംഖ്യ കുറച്ചോ? മുട്ടുകുത്തിന്ന് കുരിശ് വരച്ചു, അതാണോ? നിനക്ക് പറ്റിയ പണി വേറെ മുട്ടുകുത്തിയിട്ടുള്ള പരിപാടിയാണ്, മനസ്സിലായോ? നിനക്ക് അതേ പറ്റത്തുള്ളൂ. ആ പറ്റുന്ന പണിക്കെല്ലാം പോയാൽ പോരെ. ക്രിക്കറ്റ് കളിച്ച് അപ്പൊ ഇവിടുത്തെ ക്രിസ്തംഖ്യകൾക്ക് ഇഷ്ടമായി, ക്രിസ്തംഖ്യകൾക്ക് ഇഷ്ടമായ സംഖ്യകൾക്ക് ഇഷ്ടവും ആണോ? അങ്ങനെയില്ല, ഇവരെല്ലാരും കൂടി പൊക്കിയടിയും. സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ എന്തോ ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു അതിന് രക്ഷകനോ ആറ് രക്ഷകൻ.
ഇവന്റെ വിചാരം എന്തോ സഞ്ജു സാംസൺ എന്തോ യുദ്ധത്തിൽ പോയി പങ്കെടുത്തിട്ട് തീവ്രവാദികളെ കൊന്നിട്ട് ഇന്ത്യ രക്ഷിച്ചു എന്നാണോ? നീ അതാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് ക്രിക്കറ്റ് എന്താണെന്നറിയാവോ? കാലുകൊണ്ട് കളിക്കുന്ന കളിയല്ലേ? ഇവന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗനിസ്റ്റ് സംസാരിക്കുക. മെജോറിറ്റി ആളുകളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഒരു അറ്റൻഷൻ കിട്ടും. ഷംജിതയുടെ കേസ് വന്ന സമയത്ത് ഷംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അന്ന് ഇവൻ കുറെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ന്യൂസിനകത്തുള്ള എല്ലാവരും ഈ ഷംജിതയ്ക്ക് എതിരെ അവൾ ചെയ്ത് തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് ഇവൻ വന്നിരുന്നിട്ട് ഷംജിത ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവൻ മാത്രമേ അവളെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ വേറെ കുറെ അപരാധികൾ മാത്രമേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ, ഇല്ല പറിക്കലിനെ പോലുള്ള അപരാധികൾ. അപ്പൊ ഇവർക്ക് ഒരു അറ്റൻഷൻ കിട്ടും. ഇവൻ എന്താണ് കൊണക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആളുകൾ പോയിരുന്ന് കാണും. ഇതാണ് ഇവന്റെ പരിപാടി. നെഗറ്റീവ് സാധനം സ്പ്രെഡ് ചെയ്തിട്ട് ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു വെക്കുക. അല്ലാതെ ഇവനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുവോ? നല്ലത് പറഞ്ഞാൽ ഇവൻ പറഞ്ഞാൽ കേൾക്കൂല. സഞ്ജു സാംസണിനെ പറ്റി നല്ലത് ഇവൻ പറയണം. സഞ്ജു സാംസൺ നല്ലപോലെ കളിച്ചു, 97 അടിച്ചു. ഈ പട്ടി പറഞ്ഞ ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ? കോണാങ്കൊണ്ട് പോലും മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഈ എഗനിസ്റ്റ് പറയുക, ഇവനെ തെറി വിളിക്കാൻ വേണ്ടി അതിന്റെ അകത്ത് ആളുകൾ വരും. മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് നല്ല പടമാണെങ്കിലും കണ്ടില്ലെങ്കിലും ഇവൻ വന്നിട്ട് നെഗറ്റീവ് പറയുക, ആളുകളുടെ തെറിവിളി കേൾക്കാൻ വേണ്ടിയിട്ട്. തന്തയ്ക്കുള്ളി കേട്ടാലും ഇളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പൊ പിന്നെ അവനെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ നമുക്കൊക്കെ തന്തയുണ്ട്, തള്ളയുണ്ട്. നമ്മളെയൊക്കെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ നമുക്ക് കൊള്ളും, നമ്മൾ നാളെ തിരിച്ചു പറയും. പക്ഷെ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് പോലും വില കൊടുക്കാത്തവനെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നീ പിന്നെ എന്തിനാടാ കടന്ന് തൊലിക്കുന്നത്? നിനക്ക് അറിയത്തില്ല, നീ വിട്ട് കളഞ്ഞിട്ട് പോടാ. രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ. കുറെ കൂറ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നവരുമായി ഇതായിരിക്കും. അല്ലാതെ ആർക്കാ ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? ക്രിക്കറ്റ് കളിക്കാർ മാത്രമേ കാര്യം എടുത്തുള്ളൂ. വേറെ ആരാ കാര്യം എടുത്തുള്ളത്? ക്രിക്കറ്റ് കളി കാണാത്ത ആരാണ് കാര്യം എടുത്തുള്ളത്? നിനക്ക് ക്രിക്കറ്റിനെ പറ്റി ഒരു ഏക്കും പൂക്കും അറിയത്തില്ലെന്നും പറഞ്ഞിട്ട് ക്രിക്കറ്റ് കളി കാണുന്നവർക്ക് എന്താ വലിയ കാര്യം തന്നെ അത്. ഇവനൊരു അരിയും പിണ്ണാക്കും അറിയത്തില്ല ക്രിക്കറ്റിനെ പറ്റി, എന്നിട്ടാണ് ഇവൻ വന്നിട്ട് കൊണയ്ക്കണത്. എടാ, ഒരു ക്രിക്കറ്റ് ഫാനിന് അത് വലിയ കാര്യം തന്നെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ എന്താണ് ക്രിക്കറ്റ് എന്ന് അറിയണം ആദ്യം. ഇവരെ പണ്ട് മറ്റേ ബാല തോക്കുമായിട്ട് വെടിവെക്കാൻ വന്ന സമയത്ത് സീരിയസ്ലി ഇവന്റെ ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു തോന്നുന്നു. അന്ന് വെടിവെക്കാൻ വന്ന സമയത്ത് അവൻ ആ വെടിവെച്ചിട്ട് പോയാറിന് ഒരു ശല്യം, ഒരു പാഴി നാട്ടിൽ നിന്ന് ഒഴിവായി പോയേനെ. സത്യം, ഫുൾ സപ്പോർട്ട് കൊടുത്തേനെ വാലയ്ക്ക്. ഇനി ഏതെങ്കിലും ചാൻസിൽ വാല എണ്ണ തോക്കെടുക്കുകയാണെങ്കിൽ ഇവന്റെ വീട്ടിലോട്ടൊന്ന് പോകും. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്. അന്നേ അങ്ങ് വെടിവെച്ച് മലച്ചാൽ മതിയായിരുന്നു ഇവനെ. ഇതിനകത്ത് രാവിലെ കാണുന്നുണ്ട് ഈ സഞ്ജു ഇങ്ങനെ മുട്ട നിൽക്കുന്നു, കുനിഞ്ഞിരിക്കുന്നു. എടാ, നിന്റെ പണിയാടാ അത് മുട്ടയിൽ കുനിഞ്ഞ് നിൽക്കുന്നതൊക്കെ. അത് എന്തിനാ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താ? അത് നിന്റെ പണി. അത് നീ അങ്ങ് വൃത്തിയായിട്ട് അങ്ങ് ചെയ്താൽ പോരെ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ തെറി എരന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? തലയും കുത്തിയിരിക്കുന്നു. അതിന് ഞാൻ എന്നാ വേണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ രക്ഷകനാണ്. ക്രിക്കറ്റ് കളിക്കാർക്ക് വലിയ സംഭവമൊക്കെ ആയിരിക്കും. ഇവനീ പറഞ്ഞത് തന്നെ ആണല്ലോ. പിന്നെയും നിനക്ക് വേറൊന്നും പറയാനില്ലടാ. ഈ പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എപ്പോഴും കാണുന്നവർക്കും വലിയ സംഭവമായിരിക്കും. അല്ലാതെ ബാക്കിയുള്ളവർക്ക് എന്ത് രക്ഷകൻ? ഈ ബാക്കിയുള്ളവർ രക്ഷകൻ എന്ന് പറഞ്ഞ ഇവിടെ ആരെങ്കിലും പറഞ്ഞ സഞ്ജു യുദ്ധത്തിന് പോയിട്ട് ഇന്ത്യ രക്ഷിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞ? ഇവൻ എന്ത് പുണ്ണാക്കായി പറയുന്നത്? അതുമല്ലാണ്ട് സെമിഫൈനൽ വലിയ കാര്യമായി പോയി. 2004 ക്രിക്കറ്റ് കളിയാണല്ലോ നിർത്തിയത്. അത് തന്നെ, ഞാൻ അതിന് മുന്നേ നിർത്തിയതാ ക്രിക്കറ്റൊക്കെ. 2004 മുമ്പേ ക്രിക്കറ്റ് കളി കാണാൻ നിർത്തിയതായിരുന്നു എന്ന്. ആ മഹാനാണ് ഇപ്പൊ ഇവൻ വന്നിട്ട് ഇപ്പം പറയുന്നത്. നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? എന്ത് യോഗ്യതയാ ഉള്ളത്? ആർക്ക് കാണണം ഒരു തോലിഞ്ഞ കളി? അതിനകത്തിരുന്നോണ്ട് ഏതോ ഒരുത്തൻ റൺസ് അടിച്ചെന്ന് പറഞ്ഞോണ്ട് ഇവിടെ മലയാളികൾ മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യുമോ? ഇന്ത്യക്ക് വേണ്ടി എന്താ തോന്നി തന്നെ? ഇവന്റെ ഉദ്ദേശം മനസ്സിലായില്ലയോ? ഈ ഫേസ്ബുക്കിനകത്ത് കമന്റ് വീണ് കഴിഞ്ഞാൽ പൈസ കിട്ടും. കുറച്ച് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും പൈസ കിട്ടും. യൂട്യൂബിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും അങ്ങനെ കിട്ടത്തില്ല. ഇൻസ്റ്റഗ്രാമിന്റെ പൈസ കിട്ടത്തില്ല. യൂട്യൂബിനകത്ത് കമന്റിന് പൈസ കിട്ടത്തില്ല. പക്ഷേ ഫേസ്ബുക്കിനകത്ത് കമന്റ് പൈസ കിട്ടും. ഇപ്പൊ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അക്കൗണ്ട് റീച്ച് ആവും. അതിനകത്ത് കമന്റ് വരും. ഇവന്റെ തന്തയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും ഇവനെ ആരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ഇവന്റെ വിളിക്ക്, ആ തെറിക്ക് വിളിക്കകത്ത് ഇവന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നാണം കെട്ട് എരന്ന് ഉളുപ്പില്ലാതെ റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ഒരുത്തൻ, അങ്ങനെ നക്കി ജീവിക്കുന്നവൻ, അങ്ങനെ തെറിവിളി കേട്ട് ഏരന്ന് ജീവിക്കുന്ന ഒരുത്തൻ, അങ്ങനെയുള്ളവനെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പണ്ട് സന്തോഷ് പണ്ഡിറ്റ് സിനിമ ഇറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന ഏതാണ്ട് 90-95% ആൾക്കാരും തെറിവിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ്, തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ. ആൾക്കാർ വന്ന് തെറിവിളിയാണ്, കംപ്ലീറ്റ് തെറിവിളിയാണ്. അവന് വേണ്ടതും അത് തന്നെ. കൂടുതൽ ഞാൻ ഇവനെ പറ്റി പണയാൻ നിൽക്കുന്നില്ല. പാഴ്, ലോക പാഴ്. ആൻഡ് വേറൊരു ന്യൂസും കൂടെ കണ്ടു. നമ്മുടെ കപിൽ ദേവ് സഞ്ജുവിനെ അവഹേളിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ന്യൂസ്. എന്തുവാടെ ഇതൊക്കെ? പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. PGTയുടെ ഗോൾഫ് ലീഗിന്റെ ഭാഗമായിട്ട് നടന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യത്തെ പറ്റി ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞതാണ്, ഇത് ടീമിന് വേണ്ടിയുള്ളതാണ്, ടീമിന് ആശംസ നേരുന്നു, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. ഇപ്പോൾ നമ്മൾ കിരീടത്തിന് തൊട്ടരികയാണ്, അവർക്ക് വിജയാശംസ നേരുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്.
പുള്ളി പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പുള്ളി ഒരു ടീം പ്ലെയർ ആണ്. സഞ്ജുവും കളിച്ചത് ടീമിന് വേണ്ടിയിട്ടാണ്. സഞ്ജുവിന് വേണ്ടിയിട്ടല്ല കളിച്ചത്. ആ കളി കണ്ടാലേ മനസ്സിലാവും. അവിടെ ഒരിടത്ത് പോലും ഒരു സെൽഫിഷ് പ്ലേ ആണ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ആ ടീമിന് ആശംസ നേരുക എന്നുള്ളത് പുള്ളി ചെയ്തു. അല്ലാതെ ഇതിനകത്തിട്ട് കിണ്ടിയിട്ട് ഇങ്ങനെ മണപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ചുമ്മാ വിവാദമാക്കിയത്. ഇതിപ്പോ ആർക്കും ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്തുവാണ് ഇത്? ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഫസ്റ്റ് ഫൈനൽ സൗത്ത് ആഫ്രിക്ക ആൻഡ് ന്യൂസിലാൻഡ് മാച്ച്. എന്തൊരു ഗതികെട്ട ടീമാണ് ഈ സൗത്ത് ആഫ്രിക്ക. എന്തൊരു ഗതികെട്ട ടീം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 കളി 4ലും ജയിച്ചു. സൂപ്പർ 8 വന്നപ്പോഴും ഇന്ത്യ അടക്കം പൊട്ടിച്ച് 3 കളിയും ജയിച്ചു. സെമി ഫൈനലിൽ പോയിട്ട് അതിദയനീയമായിട്ട് തോറ്റു. അതിദയനീയമായിട്ട് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ദയനീയമായിട്ട് തോൽക്കാൻ ഇനി ഇല്ല. അത്രയും ദയനീയം. അവരെത്ര 169 എന്തോ അടിച്ചു. 170 ആയിരുന്നു ജയിക്കാൻ വേണ്ടത്. 12.5 ഓവറിൽ കളി അടിച്ച് ജയിച്ച്. ഫിന്നലിനൊക്കെ എന്തോടെ പ്രാന്ത് പിടിച്ചു. 33 വാളയെന്ന് 100. മറ്റേ കൂടെ ഇറങ്ങിയ സൈഫേർട്ട് 33 വാളയെന്ന് 58. എന്തോന്നാണ് ഒരു മയത്തിലടിക്കണ്ടേ? സെക്കൻഡ് ഇന്നിങ്സിൽ ഉമാരുടെ ഇന്നിങ്സിൽ ഒരിടത്ത് പോലും ഒരു ദയോ ദാശണ്യോ ഒന്നുമില്ലാത്ത കളി. ഒന്ന് ആലോചിച്ച് നോക്കണം. ശ്രീലങ്കയുടെ ദയ കാരണമാണ് ഇവന്മാര് സെമി ഫൈനലിൽ തന്നെ കയറിയത്. ആര്? ഈ ന്യൂസിലൻഡ്. ഇതിനു മുമ്പ് കളിച്ച കളിയൊന്നും വലിയ ആധികാരികമായിട്ട് ജയിച്ചൊന്നും പറയാനില്ല. ഈ ചെറിയ ടീമിന്റെ അടുത്ത് കളിച്ച സമയത്ത് തന്നെ വലിയ ആധികാരിക വിജയമൊന്നും പറയാനൊന്നുമില്ല. കാനഡയിലെ മറ്റേ അവന്റെ യുവരാജ് സംറ ഇവന്മാർക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ആ അവന്മാര് സെമിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവന്മാര് മൊത്തത്തിലങ്ങ് മാറി. ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടി വന്നേക്കുന്ന അവന്മാര് മൊത്തം. നാളെ ഇനി ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ച് എന്താവുമെന്ന് കണ്ടറിയാം. ഇംഗ്ലണ്ട് സീരിയസ്ലി അൺപ്രഡിക്റ്റബിൾ ആണ്. അവന്മാർ നമ്മൾ ഫസ്റ്റ് കളി കണ്ടതാണ്. നേപ്പാളിനെതിരെ ഭയങ്കര ശോചനീയാവസ്ഥയായിരുന്നു. ആ അവന്മാര് ഗ്രൂപ്പ് ഘട്ടത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറി. ഇംഗ്ലണ്ട് ഇന്ത്യ ടീമിന്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴും ഇന്ത്യക്കാണ് ഒരു മുൻതൂക്കം. പക്ഷെ എന്നാൽ പോലും ഇംഗ്ലണ്ട് ജയിച്ചതും ഇന്ത്യ ഇതുവരെ ജയിച്ചിട്ടുള്ളതും ഏതാണ്ട് ഒരുപോലാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കളിച്ചിട്ട് അവന്മാരെ ജയിപ്പിക്കുമായിരുന്നു. കൂടുതൽ കളിയിലും വിൽ ജാക്സ്, ഒരു കളിയിൽ ബ്രൂക്ക് കളിച്ചു. അങ്ങനെ ഓരോരുത്തരുടെ വ്യക്തിഗത കളി കാരണം അവന്മാർ വിജയിച്ചു വരികയാണ്. അല്ലാതെ ഒരു ടീമായിട്ട് ഇതുവരെ അവന്മാർ കളിച്ചിട്ടില്ല. ഇന്ത്യയുടെ അവസ്ഥ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ഓരോ വ്യക്തികൾ കാരണമാണ് ഇതുവരെയുള്ള എല്ലാ കളിയിലും ഇന്ത്യ വിജയിച്ചു വന്നിട്ടുള്ളത്. എനിക്കൊന്ന് ലാസ്റ്റ് കളിയാണ് പിന്നെയും ടീമായിട്ട് കളിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരും വന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ പോലും ഇന്നത്തെ ന്യൂസിലാൻഡിന്റെ കളി കണ്ടിട്ട് അങ്ങനെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ താഴെ വീഴും. പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി. പിന്നെ ഇന്ന് ആ മാർക്രത്തിന്റെ ഔട്ട്, ഡാരൽ മിച്ചലിന്റെ ക്യാച്ച്, അത് സീരിയസ്ലി അത് നോട്ട് ഔട്ട് ആണ്. എനിക്കത് കണ്ടിട്ട് ഞാൻ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോസ് ചെയ്ത് നോക്കിയിട്ടും ആ ബോള് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ അവന്റെ വിരലില്ല. ബോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവന്മാർ ഔട്ട് വിളിച്ച് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അപ്പം നമുക്ക് സെമി ഫൈനലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഗൈസ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ. അപ്പോൾ ശരി, ബൈ.